ക്ലൗഡ് എ ഇനി ഞാൻ പറയുന്ന പോലെ ഈ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെഷൻ ലിമിറ്റോ ഡേ ലിമിറ്റോ വീക്ക്ലി ലിമിറ്റോ ഇല്ലാതെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. കാണിച്ചു തരാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൻ്റെ ഒരു ഫ്രീ ടൂൾ ഉണ്ട്. അത് നോട്ട്ബുക്ക് അല്ലല്ലോ, അത് എല്ലാവർക്കും യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം നമുക്ക് വേറെ തേർഡ് പാർട്ടി ടൂളുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ക്ലൗഡ് വെച്ചിട്ട് ഒരു പുതിയൊരു സ്കില്ല് വെച്ചിട്ട് നമുക്ക് ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യാം, ആ സ്കില്ല് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ക്ലൗഡിൻ്റെ സെഷൻ ലിമിറ്റിൽ 90% സേവ് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് നോട്ട്ബുക്ക് എല്ലാം വെച്ച് ചെയ്തിട്ട് അങ്ങനെ ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് പഠിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കും എന്ത് ഡൊമൈനിലാർക്കും നല്ല യൂസ്ഫുള്ളാണ്. അടിപൊളി പരിപാടിയാണ്. കാണിച്ചു തരാം. നിങ്ങൾ നോട്ട്ബുക്കിലെല്ലാം മുന്നേ യൂസ് ചെയ്തിട്ട് അറിയാൻ പറ്റുന്ന ഒരു അമേസിങ് ടൂൾ. റിസർച്ച് ചെയ്യാം, നമുക്ക് ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കാം, സ്ലൈഡ് ഉണ്ടാക്കാം, എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വേറെ ടൂളുമായിട്ട് എക്സ്റ്റേണൽ ടൂൾ കണക്ട് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു ഓപ്ഷനാണ് ഈ ഗിറ്റ് ഹബിലുള്ള ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് നമ്മൾ ക്ലൗഡിൽ വന്നിട്ട് ആ ഇൻസ്റ്റാൾ ദ സ്കിൽ എന്ന് കൊടുക്കുവാണെങ്കിൽ ആ സ്കില്ല് നമ്മൾ ക്ലൗഡിൽ ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോട്ട്ബുക്ക് എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫീച്ചർ നമ്മളെ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നുള്ളതിൻ്റെ ഫുൾ ഗൈഡ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്തോ, ഞാൻ അയച്ചുതരാം.